സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കേസ് കോടതി പരിഗണിക്കുകയാണ്. ജയിൽ മോചനത്തിനുള്ള ഉത്തരവ് ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ജയിൽ മോചനത്തിനായുള്ള കാത്തിരിപ്പിലാണ് അബ്ദുൾ റഹീമിന്റെ കുടുംബവും മലയാളികളും. സൗദിയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം, ഒപ്പം അബ്ദുൾ റഹീമിന്റെ വസതിയിൽ നിന്ന് രാഹുൽ സുരേഷ് എന്നിവർ തത്സമയം. ആദ്യം സൗദിയിലേക്ക്. ജലീൽ, ഇപ്പോൾ കേസ് പരിഗണിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഇന്ന് മോചന ഉത്തരവ്, അതിനായി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. അനുജ, കഴിഞ്ഞ 18 വർഷത്തോളമായി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചന ഉത്തരവ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി, റിയാദിലെ ക്രിമിനൽ കോടതി കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി സമയം 10 മണിക്ക് ശേഷം, അതായത് ഇന്ത്യൻ സമയം ഏതാണ്ട് 12:30-ക്ക് ശേഷമാണ് കോടതി കേസ് പരിഗണിച്ച് തുടങ്ങിയത്. നടപടിക്രമങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും വിവരങ്ങളെല്ലാം ലഭിക്കുക. ഇന്ന് കോടതി കേസ് പരിഗണിക്കുമ്പോൾ ജയിൽ മോചന ഉത്തരവ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. നമുക്കറിയാം, കഴിഞ്ഞ നവംബർ 17-ാം തീയതി കോടതി കേസ് പരിഗണിച്ചിരുന്നു. ആ സമയത്ത് മോചന ഉത്തരവ് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മോചന ഉത്തരവ് അന്ന് ഉണ്ടായില്ല. പകരം കേസ് ഡിസംബർ 8-ലേക്ക്, അതായത് ഇന്നത്തേക്ക് നീട്ടിവെക്കുകയായിരുന്നു ചെയ്തത്. കോടതിയിൽ ഈ അബ്ദുറഹീമിന്റെ അഭിഭാഷകനായ ഒസാമ അബു ഫൈസൽ, അതോടൊപ്പം തന്നെ എംബസി പ്രതിനിധി യൂസുഫ് കാക്കഞ്ചേരി, പവർ ഓഫ് അറ്റോർണിയായ സിദ്ദീഖ് തൂർ എന്നിവർ കോടതിയിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അബ്ദുറഹീമിനെയും ഓൺലൈൻ വഴി ഹാജരാക്കാനുള്ള സാധ്യത ഉണ്ട്. കഴിഞ്ഞ ജൂലൈ 2-ന് അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയിരുന്നെങ്കിലും മോചനം സാധ്യമായിട്ടില്ല. കാരണം ഈ പ്രൈവറ്റ് ഓഫൻസുമായി ബന്ധപ്പെട്ട കേസിൽ ആണ് തീർപ്പായത്. എന്നാൽ പബ്ലിക് ഓഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാകാത്തതിനാലാണ് മോചനം ഇത്രയധികം നീണ്ടു പോയത്. ആ കേസ് ഇന്നത്തോടു കൂടി അവസാനിക്കും എന്നാണ് പ്രതീക്ഷ. അങ്ങനെ ആ കേസ് തീർപ്പാകുകയും അബ്ദുറഹീമിന്റെ മോചന ഉത്തരവ് കോടതിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്താൽ മേൽക്കോടതിയുടെ അനുമതി, അതോടൊപ്പം തന്നെ റിയാദിലെ ഗവർണറേറ്റിന്റെ അനുമതിയും കിട്ടിക്കഴിഞ്ഞാൽ അബ്ദുറഹീമിന് നാട്ടിലേക്ക് മടങ്ങാം. നാട്ടിലേക്ക് മടങ്ങാനുള്ള ഔട്ട് പാസ് യാത്രാ രേഖകളെല്ലാം ഇന്ത്യൻ എംബസി തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. അനുജ, അതാണ് ആ കോടതി ഉത്തരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അബ്ദുൾ റഹീമിന്റെ വസതിയിൽ ഇപ്പോൾ രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, എന്താണ് കുടുംബാംഗങ്ങളുടെ പ്രതീക്ഷ? നമ്മളൊക്കെ പറയുന്നത് പോലെ ഇന്ന് മോചന ഉത്തരവ് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയല്ലേ കുടുംബാംഗങ്ങളും? അനുജ, അബ്ദുൾ റഹീമിന്റെ കാടാമ്പുഴയിലെ വീട്ടിലാണ് നമ്മളുള്ളത്. കേസ് അവിടെ റിയാദിലെ ക്രിമിനൽ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ വേണ്ടി ഇവിടെയുള്ള ആളുകൾ കാത്തിരിക്കുകയാണ്. അബ്ദുൾ റഹീമിന്റെ കുടുംബാംഗങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്, റഹീം നിയമസഹായ സമിതി അംഗങ്ങളുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കുറേയധികം ആളുകൾ ഈ വീട്ടിൽ മോചന ഉത്തരവിനായി കാത്തിരിക്കുകയാണ്. ഇന്ത്യൻ സമയം 12:30-യോടുകൂടിയാണ് കേസ് അവിടെ പരിഗണിച്ചത്. ഈ കോടതി നടപടികൾ മുഴുവനായി പൂർത്തിയായാൽ മാത്രമാണ് അതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് അഡ്വക്കേറ്റ് റെന, അബ്ദു ഫൈസൽ തുടങ്ങി 2 അഭിഭാഷകരാണ് റഹീമിന് വേണ്ടി ഹാജരായിട്ടുള്ളത്. അതുമാത്രമല്ല, എംബസി ഉദ്യോഗസ്ഥനായിട്ടുള്ള യൂസഫ് കാക്കഞ്ചേരി, പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തൂവൂർ തുടങ്ങി മറ്റ് 2 പേർ കൂടി, അങ്ങനെ 4 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടപടികൾക്കായി എത്തിയിട്ടുള്ളത്. പരമാവധി 1 മണിക്കൂറിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിവരങ്ങൾ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറെ നാളായുള്ള കാത്തിരിപ്പാണ് ഈ അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനം എന്നത്. നേരത്തെ പലതവണ കേസ് പരിഗണിച്ചപ്പോഴും വിവിധ കാരണങ്ങളാൽ ആ കേസ് മാറ്റിവെക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോഴാണ് അന്തിമ ഉത്തരവിനായി ഡിസംബർ 8-ലേക്ക് കേസ് മാറ്റിവെക്കുന്നു എന്ന കാര്യം റിയാദിലെ ക്രിമിനൽ കോടതി അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള ആളുകൾ. അല്പസമയത്തിനുള്ളിൽ ഈ മോചന ഉത്തരവ് പുറത്തേക്ക് വന്നാൽ അതിനുശേഷം കുടുംബാംഗങ്ങൾ പ്രതികരിക്കാമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അനുജ, അതാണ്, കുടുംബാംഗങ്ങൾ പ്രതീക്ഷയിലാണ്. നേരത്തെയൊക്കെ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ ഇന്ന് മോചന ഉത്തരവുണ്ടാകും, അധികം വൈകാതെ തന്നെ അബ്ദുൾ റഹീം നാട്ടിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്.